സെയിൽസ് നിൽക്കുന്ന പല ആളുകളുടെ മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ഷനാണ്. ഈ ഒബ്ജക്ഷൻ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൈസിങ്ങിലുള്ള ഒബ്ജക്ഷനാണ്. ഇനി കുറച്ചും കൂടി നമ്മൾ ഡീപ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. പ്രൈസ് മാത്രമല്ല വേറെ പല റീസൺ ഉണ്ട് നമ്മൾ റിജക്ട് ചെയ്യാന്നുള്ളത്. ചില ആൾക്കാർ പറയും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് മേടിക്കാത്തത്. ചില ആൾക്കാർ പറയും ഞാനൊന്ന് ആലോചിച്ചിട്ട് മേടിക്കാന്ന് പറയും. ചില ആൾക്കാർ പറയും കോമ്പറ്റീറ്റർ ആയിട്ട് കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വില കൂടുതലാണ്, ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയും. സോ നമുക്ക് ഒരുപാട് റിജക്ഷൻസ് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് ഡാറ്റ നോക്കുക. നിങ്ങൾ കൃത്യമായിട്ട് സെയിൽസിന്റെ ഒബ്ജക്ഷന്റെ ഡാറ്റാസ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കോമൺ ആയിട്ട് കുറച്ച് ഒബ്ജക്ഷൻസ് എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഉത്തരം പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയാവുന്ന സ്ക്രിപ്റ്റിൽ അത് ഉൾപ്പെടുത്തുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റമർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമറിന് ഒരു ഒബ്ജക്ഷണൽ ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസും നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് എല്ലാം കസ്റ്റമറിന്റെ സെയിൽസ് പിച്ചിന് മുമ്പ് തന്നെ കസ്റ്റമറിന് അയച്ചു കൊടുക്കുക. സോ കസ്റ്റമർ അപ്പോൾ തന്നെ ഓൾറെഡി റിജക്ഷൻ ഉള്ള കുറെ ചോദ്യത്തിന്റെ ഉത്തരം അതിൽ തന്നെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ഒബ്ജക്ഷൻ വരാനുള്ള സാധ്യത കുറച്ചും കൂടി കുറവായിരിക്കും. മൂന്നാമത്തത് നമ്മൾ പ്രീ ഹാൻഡിൽ ചെയ്യാന്ന് പറയും. അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒബ്ജക്ഷന്റെ ഉത്തരങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പോയിട്ട് അത് നമ്മൾ സെയിൽസ് പിച്ചിന്റെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ സെയിൽസ് ഡാറ്റ നോക്കി എന്താണ് ഒബ്ജക്ഷൻ എന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് പിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആവുകയും കസ്റ്റമറിന്റെ റിജക്ഷൻ അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുകയും അതൊരു ക്ലോസിംഗിലേക്ക് പോവുകയും ചെയ്യും.